ഹായ്. ഇന്നെന്താ പരിപാടി എന്നാ? ഇന്ന് കുറച്ച് ചെടികളൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചേ. ഇത് ഞാൻ മുമ്പ് ഒരു പൈപ്പ് കഷ്ണം ഇവിടെ കിടന്നതിനകത്ത് രണ്ട് എൻഡി ആപ്പ് കൊടുത്ത് എൻ്റെ നടുക്ക് കട്ട് ചെയ്ത് ഉണ്ടാക്കി വെച്ച ഒരു സംഭവമാണ്. ഇത് അന്ന് നമുക്ക് ഒരുപാട് വർഷം മുമ്പ് ചെയ്തതാ. അതുകൊണ്ട് അന്ന് ചകിരിയും ചാണകവും അങ്ങനെയൊന്നും ഇടാനുള്ള ഐഡിയ ഒന്നും ഇല്ലാത്ത കാരണം നിറയെ മണ്ണ് വെച്ചാ ചെയ്തേക്കുന്നത്. അത് കാരണം ഇത് നല്ല വെയിറ്റ് ഉണ്ട്. ഇതും അതേപോലെ രണ്ട് കുപ്പി. ആ കുപ്പി ആദ്യം ബ്ലാക്ക് പെയിന്റ് അടിച്ചിട്ട് പിന്നെ അതുമേ ഗോൾഡൻ പെയിന്റ് അടിച്ചെടുത്തേക്കുന്നതാണേ. അപ്പൊ ഇതും അതേപോലെ ആയിരുന്നു. ഒരു PVC പൈപ്പ് എടുത്ത് അതിൻ്റെ നടുക്ക് കട്ട് ചെയ്ത് രണ്ട് എൻഡി ആപ്പ് ഇട്ടിട്ട് അതിൽ ബ്ലാക്ക് പെയിന്റ് അടിച്ചിട്ട് മേളിൽ ഗോൾഡൻ കളർ പെയിന്റ് കൊണ്ട് ഇങ്ങനെ പഞ്ഞി വെച്ച് മുക്കി മുക്കി ഇങ്ങനെ ഡിസൈൻ ആക്കി എടുത്തതാണിത്. ഇതിപ്പോ ഞാൻ കുറേ ദിവസമായി നനയ്ക്കുന്നില്ല. ഇത് റീസെറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് ഇങ്ങനെ നനയ്ക്കാതെ വെച്ചേക്കുമായിരുന്നു. നല്ല വെയിറ്റാ, ഫുള്ള് മണ്ണാണ്. ഇതൊന്ന് മാറ്റിയിട്ട് എൻ്റെ വെയിറ്റ് കുറയ്ക്കാന്നുള്ളൊരിതാ. കുറേ ചെടി ചീത്തയായിപ്പോയി ഇതിൽ നിന്ന്. ആദ്യം നമുക്ക് ഇതിൽ നിൽക്കുന്ന ചെടികളെല്ലാം പറിച്ച് മാറ്റേ. എല്ലാം ചീത്തയായി. ഒരുപാട് വെറൈറ്റി ചെടി ഉണ്ടായിരുന്നു, എല്ലാം പോയി. ഫുള്ള് മണ്ണാണ്. ഉണ്ടാ ഫുള്ള് മണ്ണായിരുന്ന കാരണം ഭയങ്കര വെയിറ്റാ. ആ പൊടി ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കേ. പൊടിയെല്ലാം പോകുമ്പോൾ അത് ഒരു നേരെ ഈർപ്പമുള്ള തുണി കൊണ്ടേ അടിഭാഗത്തെ പെയിന്റൊക്കെ പോയി. പെയിന്റ് അടിച്ച ഉടനെ എടുത്ത് വെച്ചതായിരുന്നു. അത് തുടച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടേ. ഇത് നമ്മൾ കുറച്ച് കുതിരാനിട്ടിട്ട് അതിൽ നിന്ന് കുറേ നാളിങ്ങനെ തൊണ്ടെടുത്ത് മണ്ണിലിങ്ങനെ ഇട്ടേക്കും. എന്നിട്ട് അതിൽ വെള്ളമൊക്കെ വീണ് അത് കുതിർന്നു അതിൽ നിന്ന് പറിച്ചെടുക്കുന്ന ചകിരിയാണ്. ആ ചകിരി കുറച്ച് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഈ ചകിരി ഇങ്ങനെ ഈ അറ്റം വരെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഒരു ലെയർ ചകിരി നിറച്ചിട്ടുണ്ട് ഇതിലെ. ഇത് നമ്മുടെ അടുത്തുള്ള ഒരു അമ്മയുടെ വീട്ടിൽ ആടുണ്ട്. അവിടുന്ന് ആട്ടും കാഷ്ടം എടുത്തുകൊണ്ട് തന്നെയാണ്. ഇത് കുറേശ്ശെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ആട്ടും കാഷ്ടവും ചാണകവും ഗോമൂത്രവും ഒന്നും നമുക്ക് കാശ് കൊടുത്ത് മേടിക്കേണ്ടി വരാറില്ല. അതൊക്കെ കിട്ടാറുണ്ട്. ഇങ്ങനെ അമ്മ ആടിനെയും പശുവിനെയൊക്കെ വളർത്തുന്ന കാരണം ഞങ്ങൾക്ക് അതിനൊന്നും ബുദ്ധിമുട്ടില്ല. ആവശ്യത്തിന് അവിടെ പോയി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആ മാറ്റിയ മണ്ണ് തന്നെ കുറച്ചിട്ട് കൊടുക്കേ. ഇത്ര മണ്ണ് ഉണ്ട്. ഈ മണ്ണ് മൊത്തം നമുക്ക് ബാക്കിയാണ്. അത്ര മണ്ണിന്റെ വെയിറ്റ് നമുക്ക് കുറഞ്ഞു കിട്ടും. അന്ന് നമുക്ക് പിന്നെ അങ്ങനത്തെ ഐഡിയ ഒന്നും ഇല്ല. ഒരു ഭംഗിക്ക് വേണ്ടി ചെടി വളർത്താൻ വേണ്ടി മണ്ണ് നിറച്ചങ്ങ് ചെയ്തതാ. അപ്പൊ ഇനി നമുക്കിത് ഈ ചെടി വെച്ച് കൊടുക്കാം. എനിക്ക് ഇങ്ങനെ ബാലൻസ് ഇല്ല. നമുക്ക് ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ചെയ്യേ. കൈ വയ്യാത്തോണ്ടേ ബാലൻസ് കിട്ടുന്നില്ല. ഇവിടെ വെച്ച് ചെയ്യാം. നമ്മളതേ ഇത്രയും ചെടികൾ ഇതിൽ വെച്ചു കൊടുത്തിട്ടുണ്ടേ. നമുക്ക് ഒന്നും കൂടി ഇതൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് നമുക്ക് കൊണ്ടുപോയി വെക്കാം. അപ്പൊ കണ്ട, ഇത് സുഖത്തിന് ഒരു കൈ കൊണ്ട് പിടിക്കാം. അത്ര വെയിറ്റ് കുറഞ്ഞ്. ഇപ്പൊ ഞാൻ ചെടികളെല്ലാം ഇങ്ങനെയാ നടുന്നത്. മണ്ണ് വളരെ കുറച്ചേ എടുക്കത്തുള്ളൂ. ആദ്യം നമുക്ക് അങ്ങനെയൊന്നും അറിയാത്തോണ്ടാ. വേണ്ട, എൻ്റെ ഈ കൈ വയ്യാത്തോണ്ടാ. അല്ലെ തന്നെ ഒറ്റ കൈ കൊണ്ട് പിടിക്കാം. മറ്റേ രണ്ട് കൈ കൊണ്ട് പിടിച്ചാൽ തന്നെ വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് നമുക്ക് ആ ജനലിൽ തന്നെ തിരിച്ചുകൊണ്ട് വെക്കാം. വാ, നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ അടിയിൽ ഹോൾ ഇട്ടിട്ടില്ല, അല്ലെങ്കിൽ അവിടെയൊക്കെ വെള്ളം വീഴും. നമ്മളത് അത്രയും മണ്ണ് ഉണങ്ങുമ്പോൾ മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളൂ. ഈ കുപ്പിയിൽ ഞാൻ വെള്ളം നിറച്ചിട്ടുണ്ടേ. ഇവിടെയൊക്കെ ഒന്ന് തുടക്കി വെച്ചിട്ട് കഴിഞ്ഞിട്ട് ഇതിലും വെള്ളം നിറച്ചിട്ടുണ്ട്. രണ്ട് കുപ്പി വെള്ളം നിറച്ചിട്ട് നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. ഇത് സ്നേക്ക് പ്ലാന്റിൻ്റെ ലീഫാണേ. ഇത് വെള്ളത്തിലിട്ടാലും പിടിക്കും. അപ്പം നമുക്ക് ഈ കുപ്പിയിലേക്ക് ഓരോ ലീഫ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പം അതവിടെ നിന്നോളും.
ഉണ്ട് കൊള്ളാ ഉണ്ടാ. ഇതും ഇതേപോലെ ഫുള്ള് മണ്ണ് വെച്ച് നിറച്ചേക്കുന്ന ചട്ടികളാണ്. ഇപ്പൊ ഞാൻ ഓർത്ത് ഇതെല്ലാം മാറ്റാവുന്ന ഓർത്തു. കാര്യം ഇതാ സൺഷെയ്ഡിൽ ഉപ്പ് കൊടുത്തിട്ട് ചെയ്തേക്കുന്നതാണല്ലോ. ഇപ്പൊ ഇതിനൊന്നും ഇത്രയും വെയിറ്റ് വരത്തില്ല. ഇതുണ്ടാ, ഇതെല്ലാം സക്കുലന്റ് ചെടികളാണ്. ഇതെല്ലാം നമുക്ക് ആദ്യം പറിച്ചു മാറ്റാം. അവിടെ നിന്നു, അവിടെ ഇരുന്നു, ഉമ്മ അതി പറിച്ചിട്ട് തരാം. ആദ്യം നമുക്ക് ഇതിൽ നിന്ന് തുടങ്ങണ്ട. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചെടിയാണ് ഇത്. ഇങ്ങനെ വാലുപോലെ ഇങ്ങനെ വളരും. അത് നോക്കാതായിട്ട് ആകെ എൻ്റെ ഭംഗിയൊക്കെ പോയി. നല്ല തിക്നെസ് ഉണ്ടാവുന്നു. ചെടികളെല്ലാം പറിച്ചു മാറ്റേ. ഇതൊക്കെ കണ്ടോ, നല്ല വലുതായി. എല്ലാ ചട്ടിയിലെ മണ്ണ് നമുക്ക് ഇതിനകത്തോട്ട് നീക്കാം. ഇതൊരു മണ്ണാന്ന് നോക്കിയേ. എല്ലാ ചട്ടിയിലെ മണ്ണ് നീക്കിയിട്ടുണ്ടേ. നമുക്ക് ഈ ചട്ടികളൊക്കെ ആദ്യം ഒന്ന് തുടയ്ക്കാം. വെച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ തുടയ്ക്കണം. എങ്കിലും ഒരു തുണിയുണ്ട്, ഈർപ്പമുള്ള സൈഡും ഉണ്ട്, ഒന്ന് തുടയ്ക്കാം. എല്ലാ കുപ്പിയും നമുക്ക് ഇതുപോലെ തുടച്ചു കൊടുക്കേ. അത് കഴിഞ്ഞിട്ട് നിറയ്ക്കാം. നമ്മുടെ കുപ്പികളെല്ലാം തുടച്ചിട്ടുണ്ടേ. ഞാൻ എല്ലാം ഒന്ന് ലെവലിൽ സെറ്റ് ചെയ്തിടാം. ആദ്യം കുറച്ച് തൊണ്ട് ഇതുപോലെ തന്നെ മുറിച്ചെടുക്കേ. ഇതിൽ നേരത്തെ വാരി ഇട്ട പോലെ അങ്ങനെ എടുത്തിടാൻ പറ്റത്തില്ല. ചെറിയ ചെറിയ കുപ്പി ആയതുകൊണ്ട് ഇത് നമുക്ക് മുറിച്ച് പീസാക്കി എടുക്കാം. ഇതൊരു പഴയ കത്രികയാണ്, അതുകൊണ്ട് തന്നെ മൂർച്ചയൊക്കെ കണക്കാണ്. നമുക്കിങ്ങനെ ചകിരി മൊത്തം ഇങ്ങനെ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. എങ്കിലേ ആ കുപ്പിയിൽ നിറയ്ക്കാൻ പറ്റത്തുള്ളൂ. എല്ലാ കുപ്പിയിലും നമുക്ക് ഓരോ പിടി ചകിരി നമുക്ക് നിറച്ചു കൊടുക്കാം. കുറച്ച് മണ്ണെടുക്കാം. ഈ മണ്ണും അതിൽ നിന്ന് തന്നെ മാറ്റിയ മണ്ണാണ്. കുറച്ച് മണ്ണെടുത്തിട്ട് ഈ മണ്ണിനകത്ത് നമുക്ക് കുറച്ച് ആട്ടും കാഷ്ടവും കൂടെ എടുത്തിട്ട് ഇങ്ങനെ രണ്ടും കൂടെ മിക്സ് ചെയ്യാം. സെപ്പറേറ്റ് ഇടുന്നില്ല, ചെറിയ കുപ്പിയല്ലേ, അത് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പം ആട്ടും കാട്ടും അങ്ങോട്ട് പൊടിഞ്ഞ് ചേരും മണ്ണിൽ. പിന്നെ ചെടി ചീത്തയാവണ്ട. ഇപ്പം നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ഈ മണ്ണിങ്ങനെ ഇട്ട് കൊടുക്കാം. 2 പിടി മണ്ണ് എല്ലാത്തിലും ഇട്ട് കൊടുക്കാം. എല്ലാത്തിലും അതേപോലെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ കുപ്പിയും നമുക്ക് ഇതുപോലെ നിറയ്ക്കാം കേട്ടോ. എന്നിട്ട് ഇനി നിറച്ച് കഴിഞ്ഞിട്ട് കാണാം. എനിക്ക് എൻ്റെ കയ്യിലുള്ള സക്കുലൻസിൽ ഏറ്റവും ഇഷ്ടമുള്ള സക്കുലൻ്റ് ഇതാണ്. ഇങ്ങനെ വാല് പോലെ മുളച്ച് വരും, രസമാണ് കാണാൻ. എല്ലാം നോക്കാതെയായി ചീത്തയായിപ്പോയി. അന്നവരാ ചെടി നശിപ്പിച്ച് കളഞ്ഞ പിന്നെ ഒരു സാധനവും മര്യാദയ്ക്ക് നോക്കാതെ ആയിപ്പോയി. ഇതുണ്ടാ, ഇത് രസമാണെന്നറിയോ? ഇതിങ്ങനെ പിടിച്ച് വരുന്നതാണ്, നല്ല ഭംഗിയാണേ. ഇങ്ങനെ വാല് പോലെ കിടക്കും. ഇതുണ്ടാ, 1 2 എന്താ 3 4 5 6 7 8
9, 10, 11, 12, 13. അതിൽ ഈ വാല് പോലെ വരുന്ന കാക്ടസ് മാത്രം ഞാൻ 3, 1, 2, 3, 4 എണ്ണത്തിൽ ഇട്ടിട്ടുണ്ട്. ബാക്കിയെല്ലാം ഒന്നും റിപ്പീറ്റ് ഇല്ല. ഇത് മാത്രം 4 എണ്ണത്തിൽ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചെടിയത്. വേറെ കുറേ ഇനം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോയി. കുറേ വെറൈറ്റി സെക്കുലൻസ് ഉണ്ടായിരുന്നു, ഒക്കെ പോയി. ഇനി അപ്പം ഇതൊന്ന് നനച്ചു കൊടുക്കാം. നമുക്ക് ഇനി ഇതിൽ ഇച്ചിരിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ബൈ.